നമ്മുടെ വൃഷണസഞ്ചി എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ പുറത്തിങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരീര ഊഷ്മാവിനെക്കാട്ടിലും 2-3 ഡിഗ്രി ചൂട് കുറവ് ബീജത്തിന്റെ ഉൽപാദനത്തിന് അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തു വെച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചില ദിനചര്യകൾ ഈ ചൂട് കൂട്ടുന്നുണ്ടോ? വൃഷണസഞ്ചിയിലെ താപനില കൂട്ടുന്നതിന് പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ്. 1. മണിക്കൂറുകളോളം ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ജോലി ചെയ്യുക. 2. ഇറുകിയ അടിവസ്ത്രങ്ങൾ വീക്കട്ട് ഇന്നർ മാറ്റി ലൂസായിട്ടുള്ള ബോക്സർ ടൈപ്പ് ഇന്നർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ സിബ് ലെങ്ത് കുറഞ്ഞ പാൻസ് ഉപയോഗിക്കുന്നത് ചൂട് കൂടാൻ സഹായകരമാവും. അതിനാൽ തന്നെ സിബ് ലെങ്ത് കൂടിയ പാൻസ് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. 3. ദീർഘനേരം ഇരുന്ന് ഡ്രൈവ് ചെയ്യുക, പ്രത്യേകിച്ച് AC ഇല്ലാത്ത വണ്ടിയിൽ. 4. ചൂടുവെള്ളത്തിൽ സ്ഥിരമായി കുളിക്കുക. 5. ശക്തിയായ പനി. 6. ദീർഘനേരം ഒരേ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്യുക. 7. വെരിക്കോസിൽ പോലുള്ള ഞരമ്പ് തടിക്കുന്ന അസുഖങ്ങളിൽ ഉഷ്ണത്തിൻ്റെ ചൂട് വർദ്ധിക്കാം. 8. സ്ഥിരമായി അടുപ്പിൽ നിന്ന് ചൂടേൽക്കുക, ഷെഫ്, കുക്ക് മുതലായവർ. ഒരു കുഞ്ഞിനായി ശ്രമിക്കുമ്പോൾ കഴിവതും മേൽപ്പറഞ്ഞ ചൂടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുകൊണ്ട് മാത്രം ബീജങ്ങളുടെ എണ്ണം കുറയുമെന്നോ ബീജത്തിൻ്റെ ഗുണം കുറയുമെന്നോ നമുക്ക് പറയാനാവില്ല. പക്ഷേ ബീജങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനായി ഒരു കുഞ്ഞിനായി ശ്രമിക്കുന്നവർ ചൂട് കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ലാപ്ടോപ്പ് നമുക്ക് മേശപ്പുറത്ത് വെച്ച് ഉപയോഗിക്കാമല്ലോ. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ജോലിയുടെ ഇടവേളകളിൽ അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ 1-2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുക. ഓരോ 90 ദിവസം കൂടുമ്പോഴും പുതിയ ബീജങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനാൽ തന്നെ ശീലങ്ങളിലുള്ള മാറ്റങ്ങളും കൃത്യമായ ചികിത്സയും ഉണ്ടെങ്കിൽ ബീജങ്ങളുടെ ഗുണനിലവാരം കൂട്ടാവുന്നതേ ഉള്ളൂ. ശരിയായ ചികിത്സ ശരിയായ സമയത്ത്.